മലയാളി താരം സഞ്ജു സാംസണെ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നു. ഇന്നലത്തെ സഞ്ജുവിൻ്റെ പ്ലെയർ ഓഫ് മാച്ച് പ്രകടനത്തിന് പിന്നാലെ നിരവധി മുൻ താരങ്ങളാണ് ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സഞ്ജുവിൻ്റെ ഒരു സ്വപ്നതുല്യമായ പ്രകടനത്തിലൂടെയാണ് സഞ്ജു സാംസൺ കടന്നു പോകുന്നത്. ഈ ലോകകപ്പ് വർഷമാണ്. ലോകകപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ലോകകപ്പിനുള്ള ടീം പ്രഖ്യാപിക്കേണ്ട അവസാന തീയതി മെയ് 1-നാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമോ എന്നാണ്. മുൻകാലങ്ങളിലൊക്കെ തന്നെ സഞ്ജുവിനെ തഴഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോകകപ്പിലും ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിലൊക്കെ തന്നെ സഞ്ജുവിനെ ഒഴിവാക്കിയത് വലിയ രീതിയിൽ ചർച്ചയാവും. സഞ്ജുവിനോട് അനീതി കാട്ടി എന്ന തരത്തിലൊക്കെ തന്നെ വാർത്ത വന്നിരുന്നു. പക്ഷേ ഇത്തവണ സഞ്ജുവിനെ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകടനമാണ് സഞ്ജു IPL കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരത്തിൽ, ലക്നൌവിനെതിരായ മത്സരത്തിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് പ്രകടനം കാഴ്ചവെച്ചു. അതും ഏറ്റവും എക്സലൻ്റ് ആയ ഒരു പ്രകടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2 വിക്കറ്റ് വീണ ടീം പ്രതിരോധത്തിലായിരിക്കെ ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സുമായാണ് അദ്ദേഹം ടീമിനെ ജയത്തിലേക്ക് നയിച്ചത്. 33 പന്തിൽ 71 റൺസ്, അതും 200-ലധികം പ്രഹരശേഷിയിലാണ് മത്സരത്തിൽ അദ്ദേഹം. ഇതോടുകൂടി അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് ആ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തേക്ക് 385 റൺസുമായി 2ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ അടിച്ചിട്ടും സഞ്ജുവിനെ ഇനിയും ലോകകപ്പ് ടീമിലേക്ക് പരിഗണിച്ചില്ലെങ്കിൽ അത് സഞ്ജുവിനോട് കാണിക്കുന്ന വലിയ അനീതിയായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. മുൻ താരങ്ങളും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് പട്ടാൻ ബ്രദേഴ്സ്, യൂസഫ് പട്ടാനും ഇർഫാൻ പട്ടാനും സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇംഗ്ലണ്ടിൻ്റെ മുൻ താരം കെവിൻ പീറ്റേഴ്സൺ പറയുന്നു, താനാണ് ഇന്ത്യൻ സെലക്ടർ എങ്കിൽ സഞ്ജുവിൻ്റെ പേരായിരിക്കും ആദ്യം ഉൾപ്പെടുത്തുക എന്നാണ് പറയുന്നത്. സഞ്ജുവിൻ്റെ പ്രകടനം അത്രത്തോളം മികച്ചതാണ്. ഋഷഭ് പന്തിൻ്റെ വരവോടുകൂടി സഞ്ജുവിനെ 2ാം സ്ഥാനത്തേക്ക് പിന്നോട്ട് പോയി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഒരുപക്ഷെ KL രാഹുലിനെ സഞ്ജുവിനെ പകരം ടീമിലേക്ക് എടുത്തേക്കുമെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ഉണ്ടായാൽ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഞ്ജു അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഈ IPL കളിക്കുന്നത്. അതും കൺസിസ്റ്റൻ്റായി സഞ്ജു ഉറപ്പായും ടീമിൽ വേണമെന്നാണ് ആരാധകരും സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത്. SKN. അനിൽ വാസുദേവന്റെ അഭിപ്രായം എന്താ? സഞ്ജു സാംസണെ ടീമിൽ വേണോ? ഉറപ്പായും സഞ്ജു വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം സഞ്ജു ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല, സഞ്ജുവിൻ്റെ സമീപകാലത്തെ പ്രകടനം ഏറ്റവും മികച്ച രീതിയിലാണ്. പ്രത്യേകിച്ച് IPL കോഹ്ലി ടീമിൽ ഇല്ലെങ്കിൽ പോലും സഞ്ജു ടീമിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കോഹ്ലി വളരെ സ്ട്രൈക്ക് റേറ്റിലൊക്കെ പിന്നിലാണ്. പക്ഷേ ആ പൊസിഷനിൽ ഒരുപക്ഷെ സഞ്ജുവിനെ കൊണ്ടുവന്നാൽ ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. SKN. ഓക്കെ, ആ വിശ്വാസം അനിൽ വാസുദേവനെ രക്ഷിക്കട്ടെ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.